നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ്, അതായത് നമ്മുടെ മെന്റലിന് പറയാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ. ചുവന്ന പൂവും വെള്ളപ്പൂവും കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പിങ്ക് പൂവ് കിട്ടിയെങ്കിൽ അവിടെ എന്താ കാര്യം? അവിടെ എത്ര അലീൽ ഉണ്ടായിരുന്നു? 2 അലീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 അലീലിനും പരസ്പരം കംപ്ലീറ്റ് ആയി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അടുത്ത് വെള്ള പശു, ബ്രൗൺ പശു കൂടി ചേർന്നപ്പോൾ അതിൽ വെള്ളയും ബ്രൗണും കൂടെ വന്നു. അപ്പൊ എന്ത് പറ്റി? 2 അലീലുകൾ ഉണ്ടായിരുന്നു. ആ 2 അലീലുകളും എന്ത് ചെയ്തു? കോ എക്സിസ്റ്റ് ചെയ്തു. എപ്പോ? അറ്റ് ദ സെയിം ടൈം. അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഒരേ സമയം രണ്ടും ഒരുമിച്ച് നിന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോ ഡോമിനൻസ്. എന്താണ്? കോ ഡോമിനൻസ്. എന്താണ്? കോ ഡോമിനൻസ്. എങ്കിൽ മൂന്നാമത്തേത് എന്താണ്? രക്തത്തിന്റെ ഗ്രൂപ്പ് തീരുമാനിക്കാൻ IA എന്ന് പറയുന്ന ഒരു അലീലുണ്ട്, IB എന്ന് പറയുന്ന ഒരു അലീലുണ്ട്, I എന്ന് പറയുന്ന അലീലുണ്ട്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയറ്റ് ആണ്. ഈ ട്രയറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ 2 ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ? 2 ഉണ്ടായിരുന്നുള്ളൂ. ചുവപ്പ് വെള്ള ബ്രൗൺ പോലത്തെ 2 ട്രയറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? അത് കൺട്രോൾ ചെയ്യാൻ മോർ ദാൻ 2 ട്രയറ്റ്, 2-ലധികം ട്രയറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കും? മൾട്ടിപ്പിൾ അലീലിസം എന്ന് വിളിക്കും. മൾട്ടിപ്പിൾ അലീലുകളുണ്ട്. അവിടെ മൾട്ടിപ്പിൾ അലീലുകളാണ്. മൾട്ടിപ്പിൾ ജീനല്ല. ജീനും അലീലും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? അലീൽ എന്ന് വെച്ചാൽ എന്താ? ഒരു ഗുണത്തിന്റെ പല ഓപ്ഷൻസ്. ഒരു ക്വസ്റ്റ്യനിലെ 4 ഓപ്ഷൻസ്. ആ 4 ഓപ്ഷൻസ് അതാണ് അലീൽ. ക്വസ്റ്റ്യൻ ആണ് എന്ത്? ജീൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കണേ. അടുത്ത ലാസ്റ്റ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലാസ്റ്റ് ആണ് എന്ത്? നമ്മുടെ സ്കിന്നിന്റെ കളറ്, നമ്മുടെ സ്കിന്നിന്റെ നിറം എന്ന് പറയുന്നത്. അത് തീരുമാനിക്കുന്നത് മോർ ദാൻ 1 ജീൻ. DNA, ആദ്യം ജീൻ. അപ്പൊ ജീനുകൾ തന്നെ ഒന്നിലധികം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കും? ഒന്നിലധികം പോളി ജീനുകളുടെ ജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. ഇത്രയും വിശദമാക്കി പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് ഉറപ്പാണ് ഇതിനൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എഴുതി വെച്ചു. ഓക്കെ.